എവിടെ കണ്ടെന്ന് പറയുകടാ, ഓർമ്മിച്ചെടുക്ക്, പറയ. എവിടെയാ കണ്ടതെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല മഹാമായേ. ഗരുഡാ, ഒന്നുകൂടി ഓർമ്മിച്ചു നോക്ക്. ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലാണ് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ തുടർച്ചയുള്ളത്. അതിനൊരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മാർഗത്തിലെ മുടക്കങ്ങളെല്ലാം ഇല്ലാതാവും. പറയുകടാ, പറയുകടാ. അതിൽ പല രഹസ്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. എവിടെയാ നീ അത് കണ്ടത്? പറയുകടാ, ഓർമ്മിച്ചെടുക്ക്. ആ മഹാമായേ, ഇപ്പൊ ഓർമ്മ വന്നു. എനിക്ക് ഈ മർഗിനെ പറ്റി നന്നായിട്ടറിയാം. എവിടെ? എവിടെയാണതുള്ളത്? തൃശൂലിന്റെ ശരീരത്തിലാണ്. തൃശൂലിന്റെ ദേഹത്ത് അങ്ങനെയൊന്ന്? എന്താ ഈ പറയുന്നത് ഗരുഡ? നീ ശരിക്കും ഒന്ന് ഓർമ്മിച്ചെടുക്ക്. ഈ കാര്യത്തിൽ ഒരലസതയും വേണ്ട. ഇല്ല മഹാമായേ, ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാ. ഇതേപോലൊരു മർഗ് തൃശൂലിന്റെ ശരീരത്തിലുമുണ്ട്. ഇന്നലെ അവിടുന്ന് നാഗറാണിയുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നതിന് വേണ്ടി ഒരു വസ്തു തന്നിരുന്നില്ലേ? നീ അതവിടെ നിക്ഷേപിച്ചില്ലേ? നിനക്കതിന് സാധിച്ചില്ലേ? ഇല്ല മഹാമായേ, അപ്പോൾ ഞാൻ അവിടുന്ന് രക്ഷപ്പെടാനുള്ള ചിന്തയിലായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാൻ പറ്റിയില്ല. തൃശൂലിന്റെ ദേഹത്ത് അങ്ങനെ ഒരു മർഗിന് എന്താണ് സാധ്യത? ഒന്നും മനസ്സിലാകുന്നില്ല. ഓ, ത്രിവിക്രമാണല്ലോ വിളിച്ചോണ്ടിരിക്കുന്നത്. ആ, ഇതാ പറ്റിയ സമയം. ത്രിവിക്രം പറഞ്ഞ തൃശൂൽ എന്തായാലും മാറിക്കോളും. എന്നെ ഇവിടുന്ന് പുറത്തു പോകാനും സമ്മതിക്കാം. ഹലോ. ഹായ് ശിവാനി, എന്തൊക്കെയുണ്ട്? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നത്? എന്താ പറ്റിയേ? സുഖമില്ലേ? ഏയ് ഇല്ലല്ലോ, ഐ ആം പെർഫെക്റ്റ്ലി ഫൈൻ. സത്യം പറ ത്രിവിക്രം, നീ എന്നോട് എന്തോ ഒളിക്കുന്ന പോലെ ഉണ്ടല്ലോ. അങ്ങനെയൊന്നും അല്ല ശിവാനി. അത് ഓഫീസില് കുറച്ച് ജോലി കൂടുതലാ. ആൻഡ് മോറോവർ സൈറ്റില് കൺസ്ട്രക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുക. അതിൻ്റെയൊക്കെ ഭയങ്കര പൊടി. അതുകൊണ്ട് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, ഒരു ചെറിയ തലവേദന. അതുകൊണ്ടാ വോയിസ് ചെറുതായിട്ട് മാറിയിരിക്കുന്നത്. അത്രേ ഉള്ളോ? അത്രേ ഉള്ളൂ. ത്രിവിക്രം, ആക്ച്വലി ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടിട്ട് ഇവിടുന്ന് ഇറങ്ങാനിരുന്നതാ. പക്ഷെ ആ തൃശൂൽ ഇവിടെ ഉണ്ടല്ലോ, അവൻ എന്നെ എങ്ങോട്ടും പോവാൻ സമ്മതിക്കുന്നില്ല. നീ ഒന്ന് അവനോട് പറയാമോ? ഓ ആണോ? അവൻ അങ്ങനെയൊക്കെ ചെയ്തോ? താൻ അവനൊന്ന് ഫോൺ കൊടുത്തേ. ഇപ്പൊ കൊടുക്കാം. പറയാം മാഡം. നിന്റെ കൊച്ചു മുതലാളിക്ക് നിന്നോട് സംസാരിക്കണോന്ന്. ത്രിവിക്രമനെ കാണാൻ പോവാൻ നീ എന്നെ സമ്മതിച്ചില്ലല്ലോ. ആ കാര്യത്തെ കുറിച്ച് പറയാനാ. എന്താ സംസാരിക്ക്. പറയൂ ബോസ്. എടാ തൃശൂർ, ശിവാനിയുടെ അടുത്ത് നീ കുറച്ചൊന്ന് മാറിയില്ല. ഇനി പറഞ്ഞു ബോസ്. എന്താ നീ ശിവാനി പുറത്തേക്കൊന്നും വിടുന്നില്ല എന്നുള്ള പറയുന്നു? കൊച്ചു മുതലാളി, രാവിലെ അതുപോലത്തെ സംഭവം നടന്ന മാഡമുണ്ടല്ലോ, ബോസിനെ കാണാൻ വേണ്ടി അവിടേക്ക് വരാൻ ഇറങ്ങിയതാ. ഞാൻ തടഞ്ഞു എന്തൊരു കഷ്ടപ്പെട്ടാന്നറിയോ? ഒരു കാരണവശാലും അവൾ ഇങ്ങോട്ട് വരാൻ പാടില്ല. എനിക്ക് സുഖമില്ലെന്ന് അവൾ അറിയാനേ പാടില്ല. ഓക്കെ? എടാ നീ എന്തെങ്കിലും ചെയ്തതൊന്നും മാനേജ് ചെയ്യാ. അതാണിപ്പോ നടക്കാത്തൊരു കാര്യം കൊച്ചു മുതലാളി. എടാ ശിവാനിനെ കൂട്ടി ട്രിപ്പ് പോകാൻ ഞാൻ പറഞ്ഞല്ലേ. അവൾ ഇവിടുന്ന് മാറി നിന്നാ പിന്നെ എന്നെ കുറിച്ച് ചിന്തിക്കുകയില്ല. പിന്നെ അവൾ ഇങ്ങോട്ട് വരികയില്ല. ഞാൻ അതിന് ഒരുപാട് ശ്രമിച്ചതാ ബോസ്, സമ്മതിക്കണ്ടേ? ആയിക്കോട്ടെ, ഞാൻ ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. ശരി, നീ എന്താന്ന് വെച്ചാ നോക്കി ചെയ്. ശരി, ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ. നന്നായിട്ട് കിട്ടിയല്ലേ? എന്നെ തടഞ്ഞു വെച്ച എന്താ സംഭവിക്കാന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? മാഡം, ബോസ് തന്നെയാണ് നിങ്ങളെ തടയാൻ പറഞ്ഞത്. പക്ഷെ അത് മനസ്സിലാവില്ല. ചിലത് കണ്ടാലും ഒന്നും മനസ്സിലാവില്ല. മാത്രമല്ല, ഇനിയും കുറെ പ്ലാൻസ് ഉണ്ട്. നോക്കിക്കോ മോളെ.
ത്രിവിക്രമന്റെ ദേഹത്തുള്ള മറുക് തൃശൂലിന്റെ മേലും വരാൻ എന്താണ് സാധ്യത? ഗരുഡൻ എന്തോ വെപ്രാളത്തിനിടെ എന്തോ കണ്ട് തെറ്റിദ്ധരിച്ച് അതേ മറുക് കണ്ടു പറഞ്ഞ് എന്നോട് വാശി പിടിക്കുകയാണോ? ഗരുഡൻ എന്നോട് കള്ളം പറയുന്നവനുമല്ല. ഇപ്പോഴത്തെ ഈ കാര്യത്തിൽ അവനെ അവിശ്വസിക്കുന്നത് ശരിയല്ല. എന്തൊക്കെയായാലും എനിക്ക് തൃശൂലിന്റെ ദേഹത്തുള്ള ആ മറുക് കണ്ടേ പറ്റൂ. എന്ത് ചെയ്യും? ഞാൻ ബോസിനോട് ശിവാനിയെ എന്തൊക്കെ ചെയ്തിട്ടാലും പുറത്തു കൊണ്ടുപോവാന്ന് ഉറപ്പ് കൊടുത്തു പോയതാ. പക്ഷെ ശിവാനി എന്നെ കണ്ടാലേ കടിച്ചു കയറാൻ വരും. എന്താ ചെയ്യപ്പോ? ശിവാനിയെ കൊണ്ട് ഈ കാര്യം ഇനി എന്ത് പറഞ്ഞൊന്ന് സമ്മതിപ്പിച്ചെടുക്ക? ഒരു പിടിയില്ലല്ലോ. അവൻ ഇവിടെ തന്നെയുണ്ട്. എന്തെങ്കിലും ചെയ്ത് അവന്റെ ശരീരത്തിലുള്ള മറുക് മനസ്സിലാക്കിയേ പറ്റൂ. എന്താണിത്? എന്റെ കൊച്ചുമോന്റെ ദേഹത്തുള്ള മറുക് ഇവന്റെ മേലും കാണുന്നുണ്ടല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? അമ്മേ, എന്നെ ഒരു കാറ്റായിരുന്നു. എന്റെ അമ്പു, ഈ കാറ്റിന്റെ പവർ കൂടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ശിവാനിക്കും അതിനുള്ളിൽ കയറി സുഖമായിട്ടൊരു ട്രിപ്പ് പോയിട്ട് വരായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നല്ല കളറായേനെ. ഈശ്വര, ഞാനൊരു കാര്യം പറയാം, അതൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ഞാനും ശിവാനിയും കൂടി കാറ്റിൽ അങ്ങനെ പറന്നാൽ എന്തായിരിക്കും? അങ്ങനെ പറന്ന് പോകുമ്പോ സീതയെ രാവണൻ പുഷ്പക വിമാനത്തിൽ കയറ്റി പറപ്പിച്ച് കൊണ്ടുപോയ പോലെ തന്നെ ഉണ്ടാവും. രാമായണത്തില് രാവണൻ വില്ലനല്ലേ? ഈശ്വര ഭഗവാനെ, എന്ത് സംഭവിച്ചാലും എന്നെ വില്ലനാക്കി മാത്രം മാറ്റരുത്. ഞാനും ശിവാനിയും സീതയും രാവണനും പോലെയല്ല, രാമനും സീതയും പോലെ. എനിക്ക് വായുമാർഗം വേണ്ട, റോഡ് മാർഗം മതി. എന്നും നിന്നെ പൂജിക്കാൻ ദേവി, നിന്നെ എന്നും ഞാൻ പൂജിക്കാൻ ദേവി. എങ്ങനെയുണ്ട് മോനെ? ഇപ്പൊ നല്ല കുറവുണ്ടെങ്കിൽ എന്താ ഇങ്ങനെയൊക്കെ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാമ്പ, എന്താടാ അതിനെ പറ്റിയത്? ഒന്നുമില്ലടാ, വൈറൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, നെഗറ്റീവാണ്. സോ പനിയുള്ളത് കൊണ്ട് കുറച്ച് ക്ഷീണം കാണും. ബാക്കി റിപ്പോർട്ട്സ് ഒക്കെ എപ്പോ വരൂടാ? നിനക്കെല്ലാം അറിഞ്ഞൂടെ? റിപ്പോർട്ടുകൾ ഓരോന്നോരോന്നായി വരും. വരട്ടെ, എന്നിട്ട് നോക്കാം. എനിക്കെന്തോ വല്ലാത്തൊരു പേടി തോന്നടാ. അതൊന്നും വേണ്ട, പനി വന്നതിന്റെ ക്ഷീണം മാത്രമാണ്. പിന്നെ കാല് തെറ്റി താഴെ വീണതല്ലേ, അതിന്റെ കുറച്ച് സ്ട്രെയിനും ഉണ്ട്. ഒക്കെ ശരിയാവും. മുതലാളി, ഡോക്ടർ പറഞ്ഞില്ലേ കൊച്ചുമുതലാളിക്ക് പേടിക്കാനൊന്നുമില്ല, പെട്ടെന്ന് ഉഷാറായിക്കൊള്ളുന്നു. അതുകൊണ്ട് മുതലാളി ടെൻഷനാവണ്ട. ത്രിവിക്രം, സന്തോഷമായിട്ടിരിക്കും, എല്ലാം പെട്ടെന്ന് മാറിക്കോളൂ. ശരി അങ്കിളെ, പറയാൻ മറന്നുപോയി. അങ്കിള് പറഞ്ഞു വിട്ടൊരു നേഴ്സ് വന്നിരുന്നു. ചെക്കപ്പ് എല്ലാം ചെയ്തിട്ടാ പോയത്. നഴ്സാ? സോറി, ഞാൻ മറന്നതാ. ഞാൻ തന്നെ അയച്ചത്. ആരായിരിക്കും വന്നത്? അതും എന്റെ പേര് പറഞ്ഞുകൊണ്ട്. ഇനിയിപ്പോ
വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരു വഴിയുമില്ല. നാളെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങി വീട്ടിൽ വന്നത് ആരാണെന്ന് അറിഞ്ഞേ പറ്റും. എനിക്ക് തോന്നുന്നത് തൃശ്ശൂര് പറഞ്ഞതുപോലെ അവനൊരു കള്ളനല്ല. കള്ളനായിരുന്നെങ്കിൽ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു സാധനം എടുക്കാതെ അവൻ പോവില്ലായിരുന്നല്ലോ. അപ്പൊ പിന്നെ ആരായിരിക്കും വന്നത്? നീലിയിൽ നിന്ന് സത്യങ്ങൾ മനസ്സിലാക്കി എന്നെ അപായപ്പെടുത്താൻ വന്നതായിരിക്കും. എങ്ങനെയൊന്നും അറിയാം. അവൻ വീട്ടിനകത്ത് കടന്നപ്പോഴേ എനിക്ക് അവനെ പിടിക്കാമായിരുന്നു. പക്ഷെ ഈ തൃശ്ശൂർ ഇവിടെ ഉള്ളതുകൊണ്ട് അതും നടന്നില്ല. ഇല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവന്റെ കണ്ണ് വെട്ടിച്ച് നാളെ ഇവിടുന്ന് പുറത്തിറങ്ങിയേ പറ്റൂ. എന്താ മാഡം ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത്? മാഡത്തിനും എന്നെ പോലെ തന്നെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന ശീലമുണ്ടോ? ഇല്ല. മാഡം എന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോ മുതൽ എന്നെ പോലെ ആവാൻ ശ്രമിക്കല്ലേ? പറയും മാഡം, എന്താ സംസാരിച്ചോണ്ടിരുന്നത് എന്നെ കുറിച്ച്? ഏത് സമയം നിനക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. നിന്നെ കുറിച്ചല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാനില്ല എനിക്ക്. എന്താണ് മാഡം ഈ സ്നേഹം അനുഭവിക്കുന്നതിലും വലിയ മറ്റെന്ത് കാര്യമുള്ള? നീ ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഇല്ല, മാഡത്തെ ഞാൻ മാറ്റിയെടുക്കും. ഒന്ന് നിർത്ത്. സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? എന്തിനാ എന്റെ റൂമിലേക്ക് വന്നേ? പുറത്തേക്ക് ഇറങ്ങി പോയിക്കോളാം മാഡം. ഈ റൂമിൽ നിൽക്കാനുള്ള സമയം ഇതുവരെ ആയിട്ടില്ല. എപ്പോ നോക്കിയാലും എന്നെ ഇങ്ങനെ എന്തിനും കടിച്ചു കയറാൻ വരില്ലേ? നമ്മൾ ഇനിയും നന്നായി മനസ്സിലാക്കാനുണ്ട്. എന്നിട്ട് നല്ലൊരു നേരം നോക്കി കല്യാണം നടത്തണം. അത് കഴിഞ്ഞിട്ട് മതി ഈ റൂമിൽ നിൽക്കലൊക്കെ. അതൊന്നും ഒരിക്കലും സംഭവിക്കില്ല. ഇവിടെ നിന്ന് കറങ്ങാതെ പോ. പോയിക്കൊള്ളാന്നേ. പാല് വേണ്ടേ? പാലോ? എനിക്ക് വേണ്ട. മാഡം, മുതിർന്നവരൊക്കെ പറയാറില്ലേ രാത്രി കിടക്കുന്നതിന് മുൻപ് കുറച്ച് പാല് കുടിക്കുന്നത് വളരെ നല്ലതാണെന്ന്. അത് മാത്രമല്ല, മാഡത്തിന് പാലെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഇതാണ് കുടിക്കും. അവിടെ വെച്ചാൽ മതി. ഓക്കെ, കുടിക്കണം കേട്ടോ, മറക്കരുത്. ഓക്കെ മാഡം. ഓക്കെ മാഡം, ഗുഡ് നൈറ്റ്, ബൈ ബൈ. എത്ര വേണ്ടാന്ന് വെച്ചാലും ഇഷ്ടമുള്ളൊരു വസ്തു മുന്നിൽ വന്നാ മനസ്സത് വേണം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് പാലെന്ന് പറഞ്ഞ നാഗങ്ങൾക്ക് പ്രാണന. ശത്രുക്കൾ തന്നാ പോലും കുടിക്കും. എത്രയൊക്കെ വേണ്ടാന്ന് വെച്ചാൽ അത് കുടിക്കാതിരിക്കാൻ പറ്റില്ല. എന്തായാലും കുടിച്ചേക്കാം. ശിവാനി, അവിടെ വെച്ചതേ വെറും പാലല്ല. ആ പാലില് ഓർക്ക ഗുളികയുണ്ട്. നീ അത് കുടിച്ചാൽ അപ്പൊ ഉറങ്ങാൻ തുടങ്ങും. അതിനുശേഷം ഞാൻ ജോലി തുടങ്ങും. കുടിക്ക്. എന്താ ഇത്? എന്തോ ഒരു വല്ലായ്മ പോലെ. കണ്ണടഞ്ഞു വരികയാണല്ലോ. നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. കുറച്ച് കിടന്നേക്കാം. ആഹാ ശിവാനി, എത്ര സൗന്ദര്യം ഉറങ്ങുമ്പോ. നിന്നെ കണ്ടു കഴിഞ്ഞാലേ പിന്നെ അവിടെ നിന്ന് കണ്ണെടുക്കാൻ പോലും തോന്നില്ല. പിന്നെ കെട്ടിപ്പിടിച്ച് ഞെക്കി ഒരു ഉമ്മ തന്നാലൊന്ന് വിചാരിക്ക. പക്ഷെ ഇപ്പൊ അതിനുള്ള സമയമില്ല. നീ ഇപ്പോ സുഖമായിട്ട് കിടന്നുറങ്ങ. നാളെ ഉറക്കെഴുന്നിട്ട് വരുമ്പോ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. അത് കണ്ട നീ ഷോക്കായിപ്പോ.
ആരെയും അയച്ചിരുന്നില്ലേ? ഓക്കെ, ഞാൻ നോക്കട്ടെ. വിജയ്, നീ ആ നഴ്സിനെ കണ്ടിരുന്നു? ഇല്ലടാ. എന്താടാ, നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോ. ഞാന് ഈ വീട്ടിലേക്ക് ത്രിവിക്രമനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു നേഴ്സിനെ അയച്ചിട്ടില്ല. അല്ല സാർ, നിങ്ങളല്ല അയച്ചതെങ്കിൽ പിന്നെ ആളാരാ? അവളെന്തിനാ ഇങ്ങോട്ട് വന്നത്? പറയടാ സാമ്പ. അതെ, അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത്. ആരോ എന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ വീട്ടിലേക്ക് കയറി വന്ന് ത്രിവിക്രമനെയും ഈ വീടിനെയും നിരീക്ഷിച്ചു പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരിവിടേക്ക് എന്ത് കാര്യത്തിന് വന്നു? അങ്ങനെ വരുന്നവർക്ക് എന്ത് ലാഭം കിട്ടാണ്? എന്താണ് ലാഭം, എന്തിനാണ് അവൾ ഇവിടെ വന്നതെന്നൊക്കെ അവൾ ആരാണെന്ന് അറിഞ്ഞാലേ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം സത്യമാണ് ദിഗ്വിജയ്, നമ്മൾ അറിയാതെ നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. നീ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം. അല്ല സാർ, ഈ വീട്ടിലേക്ക് അങ്ങനെ ഒരാളെന്തിനാ വരുന്നത്? ആര് വേണമെങ്കിലും ആകാമല്ലോ. ബിസിനസ് കോമ്പറ്റേറ്റേഴ്സ്, പൊളിറ്റീഷ്യൻസ്, പേഴ്സണൽ എനിമി, നാഗലോകത്തിലുള്ളവരും ആയേക്കാം. കമോൺ സാമ്പ, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെറുതെ ഇപ്പൊ ഉള്ള ടെൻഷൻ ഇരട്ടിയാക്കാൻ നിൽക്കണ്ട. ആര് വന്നു, എന്തിനു വന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം. പക്ഷെ നാഗലോകത്തിലെ ആൾക്കാരാണെന്ന് വിശ്വസിക്കുന്നതൊക്കെ വെറും യൂസ്ലെസ് ആണ്. അവിടെ നിന്നൊന്നും ആരും വരാൻ ഒരു ചാൻസും ഇല്ല. നമ്മൾ ആ നാഗറാണിയെ കൊന്നു കളഞ്ഞതല്ലേ ഗുരുക്കളും ഉറപ്പിച്ചു പറഞ്ഞു. ഇനി അവിടെ നിന്ന് ആരും വരാൻ സാധ്യതയില്ലെന്ന്. വെറുതെ ടെൻഷൻ അടിക്കണ്ട. വന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും. വേറെ ആരെങ്കിലും എന്തിനു വരണം മുതലേ? അത് നമ്മൾ കണ്ടുപിടിക്കണം. നന്ദീശ, ഇനി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാരുടെ മേലെ ഒരു കണ്ണ് വേണം. വളരെ കെയർഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞേക്ക് സെക്യൂരിറ്റിയോട്. എന്റെ പെർമിഷൻ ഇല്ലാതെ വീട്ടിലേക്ക് ആരും പ്രവേശിക്കരുത്. ശരി മുരളി. നന്ദീശ, എന്താ വല്ലാതെ ചുമക്കുന്നുണ്ടല്ലോ? എന്താന്നറിയില്ല സാർ, രാവിലെ തൊട്ട് നല്ല ചുമ. ചിലപ്പോ ഈ ക്ലൈമറ്റ് ചേഞ്ച് ആയതിന്റെ ആയിരിക്കും. അതുകൊണ്ടങ്ങനെ. ഏതായാലും ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തേക്ക്. അതൊക്കെ എന്തിനാ ഡോക്ടർ? നല്ല ചുക്കും കുറവുകളിട്ട് കാപ്പി വെച്ച് കഴിച്ചാൽ ടപ്പേന്ന് മാറിക്കൊള്ളു. ഇതൊന്നും നീ അങ്ങനെ നിസ്സാരമാക്കണ്ട. നാളെ തന്നെ പോയി ടെസ്റ്റ് ചെയ്തേക്ക്. ശരി. ഇതെന്താ ഇത്? ഞാൻ എവിടെയാ ഉള്ളത്? ഇത് ഏതാ ഈ സ്ഥലം? അയ്യോ, ഇത് ഏതാ ഈ സ്ഥലം? ഞാൻ എങ്ങനെ ഇവിടെ എത്തിയത്? ഇന്നലെ രാത്രി ഞാൻ റൂമിലല്ലേ ഉറങ്ങാൻ കിടന്നേ. എങ്ങനെ ഇവിടെ എത്തിയത്? ആരും എന്നെ ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവന്നതാ. ആരായിരിക്കും അത്? ഹലോ, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരെങ്കിലും ഉണ്ടോ? ആരും എന്നെ ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവന്നേ? ഹലോ, ആരെങ്കിലും ഉണ്ടോ? തൃശൂൽ, ഏയ് തൃശൂൽ, നിന്റെ തലയ്ക്ക് എന്താ സുഖമില്ലേ? എന്നെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഇത് ഏതാ സ്ഥലം? ആരാ നിന്നോട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞേ? മാഡം, ഈ പരീക്ഷ പേപ്പറിലൊക്കെ ഒറ്റ വാക്കിൽ ഉത്തരം പറയാനുണ്ടാവില്ലേ? അതുപോലുള്ള ചോദ്യങ്ങൾ നിന്റെ അടുത്ത് ചോദിക്കാനില്ലേ? പിന്നെ എന്നെ കിഡ്നാപ്പ് ചെയ്തതാണോ നീ? അതെ, വേണമെങ്കിൽ അങ്ങനെ തന്നെ വിചാരിക്കാം. പക്ഷേ ഈ കിഡ്നാപ്പ് ചെയ്ത ഐഡിയ എന്റെ അല്ല, സൂത്രധാരൻ വേറെയാ. എന്നുവെച്ചാ എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ആരാ നിന്നോട് പറഞ്ഞു? കൊച്ചു മുതലാളി. എന്താ ത്രിവിക്രം പറഞ്ഞു? ഐഡിയ അവരുടെ, പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്തത് ഞാനാ. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ത്രിവിക്രം അങ്ങനെ പറയാൻ ഒരു സാധ്യതയില്ല.
മാഡത്തിന് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാ. പക്ഷേ സംഭവിച്ചത് എന്തായാലും അതായിരിക്കും പരമസത്യം. ശിവാനിയുടെ മൂഡ് ശരിയല്ല, പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി 3-4 ദിവസം ഒന്ന് കറങ്ങിയിട്ട് വരാനൊക്കെ പറഞ്ഞു. രോഗി ഇച്ഛിച്ചത് പാല് തന്നെ, വൈദ്യം കൽപ്പിച്ചതും പാല് തന്നെ എന്ന പോലെ ആയല്ലോ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തത്. പെണ്ണിനെ ഒറ്റയ്ക്ക് ഇതുപോലെ ഒരു സ്ഥലത്ത് പിടിച്ചോണ്ട് വന്നില്ലേ? ഞാനില്ലേ നിനക്ക്? മാഡം, ഞാൻ എന്ത് ചെയ്തിട്ട് പാവല്ല, നല്ല കുട്ടിയല്ല ഞാൻ. പാവല്ലേ എന്ന് വിചാരിച്ച് വീട്ടിൽ നിൽക്കാൻ ഒരു സ്ഥലം കൊടുത്തപ്പോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ത്രിവിക്രമാണ് ഇത് ചെയ്തതെങ്കിൽ ഞാൻ അറിയായിരുന്നു. എന്നോട് പറയാതെ അവൻ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല.